ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ്. ചെമ്മീൻ ബോൾ കറി. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാനിത് കഴിച്ച് ശീലമാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 400 ഗ്രാം ക്ലീൻ ചെയ്ത ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് വലിയ ചെമ്മീനാണ്, പക്ഷേ ഇതിന് നല്ലത് ചെറിയ കൊച്ചു ചെമ്മീനില്ല, അതാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. വളരെ ടേസ്റ്റും ആയിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത് ഈ ചെമ്മീനായതുകൊണ്ടാണ് ഞാനിത് തന്നെ എടുത്തത്. അപ്പോൾ നിങ്ങൾ ചെറിയ ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ 1 കപ്പ് തേങ്ങയാണ് വേണ്ടത്, ചിരകിയ തേങ്ങ. പിന്നെ ഈ ചെമ്മീത്തിൻ്റെ കൂടെ അരക്കാനായിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി വേണം. പിന്നെ ഒരു 3 പച്ചമുളക് വേണം. ഒരു 6 അല്ലി വെളുത്തുള്ളി നുറുക്കി വെച്ചിട്ടുണ്ട്, അതും വേണം. പിന്നെ കുറച്ച് പച്ചവേപ്പില വേണം. പിന്നെ 8-10 ചെറുള്ളി വട്ടത്തിലരിഞ്ഞത്, അതും വേണം. പിന്നെ വേണ്ടത് കുറച്ച് പൗഡേർഡ് മസാലകളാണ്. ഒരു 3/4 ടീസ്പൂൺ പെപ്പർ പൗഡർ വേണം. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ ഗരമസാല പൗഡർ. അപ്പോൾ ഈ ഇഞ്ചിയും പച്ചമുളക് ഉള്ളി എല്ലാം കൂടി മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കും. അതിനുശേഷം ഈ തേങ്ങയും കൂടി ഇട്ട് ക്രഷ് ചെയ്യും. പിന്നെ അതിന് ശേഷം ഈ ചെമ്മീനും കൂടി ഇട്ട് നന്നായിട്ട് ക്രഷ് ചെയ്യും. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, മറന്നുപോയി. അപ്പോൾ ഞാൻ ആ പച്ചമുളക്, ഇഞ്ചി, വേപ്പില എല്ലാം കൂടി അരച്ചതിന് ശേഷം തേങ്ങ അരച്ച് എടുത്ത് അതിന് ശേഷം ചെമ്മീനും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒരു മിക്സ്ചറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കൈവെള്ളയിൽ ഇതൊന്ന് പതുക്കെ ഉരുട്ടിയെടുക്കണം. പിന്നെ ചെറിയ ചെമ്മീനായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇതിനകത്ത് വലിയ ചെമ്മീനായതുകൊണ്ട് ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, അത് ഫ്രൈ ചെയ്യുമ്പോൾ അറിയില്ല. അപ്പോൾ നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് ഓരോ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കാം. കൂടുതൽ തീയായി പോയാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ, ചെമ്മീനായതുകൊണ്ട്. അതുകൊണ്ട് വളരെ മീഡിയം ഫ്ലെയിമിൽ വേണം വറുത്ത് എടുക്കാനായിട്ട്. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതിയാവും. എന്നിട്ട് സ്പൂൺ കൊണ്ടൊന്ന് എല്ലാ സൈഡും ഒന്ന് മൊരിയത്തക്ക വിധം മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ എടുക്കാനായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ എണ്ണയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അവസാനത്തെ ബോൾസാണ് കേട്ടോ ഇപ്പോൾ എണ്ണയിൽ നിന്ന് കോരിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബോൾസ് ഫ്രൈ ചെയ്യലെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമ്മളുടെ സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. 2 സവാള, ചെറിയ സവാളയാണ് കേട്ടോ സ്ലൈസ് ചെയ്തത്. പിന്നെ 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അറ്റം പിളർന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഗാർലിക് ചതച്ചത് വേണം, വെളുത്തുള്ളി. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും വേണം. പിന്നെ ഒരു 10-12 ചെറുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് കരിവേപ്പിലയും വേണം. പിന്നെ 1 കപ്പ് 1/4 പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, തേങ്ങാപ്പാൽ. പിന്നെ ഒരു 2.5 കപ്പ് 2/2 പാലും കൂടി വേണം ഇതിലേക്ക്. അപ്പോൾ പാൻ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിലേക്ക് ഞാൻ ബോൾസ് ഫ്രൈ ചെയ്ത എണ്ണയുടെ ബാക്കിയില്ല, അതും കൂടി ഞാൻ ഇതിലേക്ക് അരിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് വട്ടത്തിലരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂക്കണം. ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ അതും കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ടൊന്ന് ഒരു മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മല്ലിപ്പൊടിയൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരമസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. 1 മിനിറ്റ് നമുക്കിതൊന്ന് ഈ മസാലകളെല്ലാം ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാള പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലാണ് ചേർത്തേക്കണത്. ഞാൻ ഗ്രേവിക്കും കൂടി വേണ്ട ഉപ്പ് ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മിനിറ്റ് കുക്ക് ചെയ്യുക. എന്നാലേ ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് നല്ല സോഫ്റ്റ് ആകുള്ളൂ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സവാള നന്നായിട്ട് കുക്കായി. ഇനി ഇതിലേക്ക് നമുക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരപ്പ് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അരപ്പ് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 ടീസ്പൂൺ ഡൈലൂട്ടഡ് വിനെഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് സവാളയും മസാലയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ബോൾസ് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ നിങ്ങൾക്ക് ഇത് ഫ്രൈ ചെയ്യാതെയും ഇതിലകത്തേക്ക് ചേർക്കാം കേട്ടോ. നമുക്ക് ആ ഉരുട്ടി ഫ്രൈ ചെയ്തില്ലേ, അതിന് മുന്നേ ആ മിക്സ്ചർ നമുക്കിതിലേക്ക് കൈകൊണ്ട് ഉരുട്ടി എണ്ണയിലേക്ക് ഇടുന്നതിന് പകരം ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ ഫ്രൈ ചെയ്യാതെ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഇനി ഈ ചെമ്മീൻ ബോൾസും ഗ്രേവിയും കൂടി നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഈ സമയത്തൊക്കെ കുക്ക് ചെയ്യേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. പാൽ അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. നമ്മൾ വിനീഗറൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇത് തിളക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു റെഡിയായി. തേങ്ങാപ്പാൽ ഫസ്റ്റ് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഡെലീഷ്യസ് ആയിട്ട് ചെമ്മീൻ ബോൾ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെയും ഇടിയപ്പം, അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇപ്പം നോമ്പ് തുറ സമയത്ത്, നോമ്പ് തുറ കഴിഞ്ഞ് രാത്രി ഊണ് കഴിക്കുന്നവർക്കും അല്ലെ അപ്പം ഇടിയപ്പമൊക്കെ കഴിക്കുന്നവർക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ. താങ്ക് യു.